അപ്പോൾ ആവർത്തിച്ചുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ ഒരു വലിയ ആശങ്കയായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക സംവിധാനങ്ങൾക്ക്? ഇപ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഇക്കാര്യത്തിൽ റോളുണ്ട്. 12 നോട്ടിക്കൽ മൈലേ ഉള്ളൂ ഞങ്ങളുടെ അധികാര പരിധി എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് ഇരിക്കാൻ കഴിയുമോ? സൗണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിൽ വലിയ ആശങ്കയാണ് തീരദേശ ജനതയ്ക്കുള്ളത്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്. കുറേ നാളുകളായി നമ്മുടെ കടൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ എൻട്രിക്ക ലക്ഷ്യ എന്ന് പറഞ്ഞ വലിയ വിവാദമായൊരു വിഷയമാണ്. 2 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിഷ്ഠൂരമായി വെടിവെച്ചു എന്നൊരു സംഭവം. അതിൻ്റെ നിയമപ്രശ്നങ്ങൾ തന്നെ വലിയ ആശങ്കയും വിവാദങ്ങളും ഉണ്ടാക്കിയതാണ്. അത് പിന്നീട് അതിനുശേഷവും അപകടമുണ്ടായിട്ടുണ്ട്. നമ്മുടെ 2018 പ്രളയ സമയത്തും മുരമ്പം പടിഞ്ഞാറ് വെച്ചൊരു കപ്പലപകടം ഉണ്ടായി. അതിൽ 5ഓളം വരുന്ന നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളടക്കമാണ് നഷ്ടമായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സംഭവം ഉണ്ടായത്. MSC എൽസ 3 മുങ്ങി. അതുമായിട്ട് വലിയ ആശങ്ക തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് 16 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം നമ്മുടെ കടലിലുണ്ടാകുന്നു. തീരദേശ ജനതയ്ക്ക് ഇപ്പോൾ കടലൊരു ഭയമായി മാറിയിരിക്കുകയാണ്. അത് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കടൽ ഖനനം ചെയ്യാനൊരു നിലപാടെടുക്കുകയുണ്ടായി. അത് വലിയ ലക്ഷ്യമാണ്, വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണുകയാണ്. മത്സ്യസമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനേക്കാൾ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിട്ടാണ്, എത്രയോ വിപുലമായ രൂപത്തിലാണ് ആ കടലിൽ കിടക്കുന്ന വിലമതിക്കാനാവാത്ത വിഭവങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഭയാനകമായ അന്തരീക്ഷങ്ങൾ കടലിലുണ്ടാകുമ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ ഇതിൽ നിന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ വിട്ടുപോകാൻ കഴിയുന്ന ചിന്താഗതി ആരെങ്കിലും ഉണ്ടോ എന്നൊരാശങ്ക ഇക്കാര്യത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തീരപ്രദേശത്തെ ജനങ്ങൾ കേരള സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നൊരു വിഭാഗമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ അപകടമുണ്ടായപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് 1000 രൂപയും 6 കിലോ അരിയും സർക്കാർ അടിയന്തരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചത്തോടുകൂടി തുറന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എടുത്തിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെടണം. അല്ല, അവിടെയാണ് അങ്ങനെ ആ നിയമങ്ങൾ പാലിച്ച് MSC എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ട് ആ നിയമത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഈടാക്കിക്കാനാണോ ശ്രമിക്കുന്നത്? ഒരു ലൈസൺ വർക്കിനാണോ? ലൈസൺ ആണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ രേഖകൾ വ്യക്തമാക്കുന്നത്. MSC വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നും നമ്മളുമായി സഹകരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ സാൽവേജ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻഷുറൻസ് വഴി കിട്ടാനുള്ള തുക കിട്ടിയാൽ മതി, ആ ക്ലെയിം വളരെ സ്ട്രോങ് ആയി ഉന്നയിക്കാം എന്നുള്ളതേ ഉള്ളൂ സർക്കാരിൻ്റെ തീരുമാനം. അല്ലാതെ ഇപ്പോൾ ഇന്റർനാഷണൽ കൺവെൻഷന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. അതനുസരിച്ച് ഓരോ ഇനത്തിലും നമുക്ക് ക്ലെയിം ചെയ്യാം. അതിലേക്കൊന്നും പോകുന്നില്ല. അല്ല, സർക്കാർ ഇതിൽ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു ഷിപ്പിംഗ് കമ്പനിയാണ് MSC. അത് തർക്കമൊന്നും വേണ്ട. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല ഇതുപോലുള്ള അപകടങ്ങളും വളരെ കൃത്യമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം ഈ കടലിനെ എങ്ങനെ മാലിന്യരഹിതമായി അപകടകരമായ രാസപദാർത്ഥങ്ങൾ കടലിൽ ലയിക്കാത്ത രൂപത്തിൽ അതിനെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും, അതിന് പ്രാപ്തമായൊരു കമ്പനിയാണ് MSC എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ വിലയിരുത്തൽ. അത്തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനും തുടർന്ന് ഇതുണ്ടാകാതിരിക്കുവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോർട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന നമ്മുടെ 60% കപ്പലുകൾ കടന്നു പോവുകയാണ്. ഉദാഹരണത്തിന് സോമാനിയൻ കടക്കൊള്ളക്കാരെ അടക്കം ഭയപ്പെട്ടു പോകുന്ന കപ്പലുകൾ ഇന്ത്യയുടെ സമുദ്രതീരത്തോട് ചേർന്ന് പോകുന്ന ഈ അടുത്ത കാലത്ത് വളരെ പ്രകടമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കപ്പലുകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമുദ്രാതിർത്തി പ്രവേശിക്കുന്ന കപ്പലുകളിൽ കൊണ്ടുപോകുന്ന ചരക്കുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും മനസ്സിലാക്കാനും അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അടിയന്തരമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഇടപെടൽ സംവിധാനം ഉണ്ടാവണം.